കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് ഗായത്രി പുഴയിലെ എടാംപറമ്പ് തടയണയിൽ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. തടയണയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്ന സാഹചര്യം രൂപപ്പെട്ടതോടെ അധികൃതർ 5 ഷട്ടറുകളും തുറന്ന് അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിട്ടു. ഇതോടെ ഗായത്രി പുഴയിൽ നീരൊഴുക്ക് ശക്തമായിരിക്കുകയാണ്. മഴയുടെ തോത് വർദ്ധിച്ചതോടെ മലമ്പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളമാണ് തടയണയിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരാൻ കാരണമായത്. ഷട്ടറുകൾ തുറന്നതോടെ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ജലനിരപ്പും ഒഴുക്കും വർദ്ധിച്ചിട്ടുള്ളതിനാൽ പുഴയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ആലത്തൂർ പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണത്തിന് നിർണായകമായ ജലസ്രോതസ്സാണ് എടാംപറമ്പ് തടയണയോടനുബന്ധിച്ചുള്ള ജലവിതരണ പദ്ധതി. പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഈ പദ്ധതിയിലൂടെയാണ് കുടിവെള്ളം എത്തിക്കുന്നത്. കഴിഞ്ഞ അറ്റ വേനൽക്കാലത്ത് പോലും പമ്പിംഗ് നടത്താനാവശ്യമായ വെള്ളം തടയണയിൽ ലഭ്യമായിരുന്നതിനാൽ കുടിവെള്ള വിതരണത്തിൽ കാര്യമായ പ്രതിസന്ധി നേരിടേണ്ടി വന്നിരുന്നില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ തടയണയിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം എരുമയൂർ, കാവശ്ശേരി, തരൂർ പഞ്ചായത്തുകളിലെ ജലവിതരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഗായത്രി പുഴയിലെ മറ്റ് തടയണകളിലും ആവശ്യത്തിന് വെള്ളം എത്തിയിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാൽ പുഴയിലിറങ്ങുന്നതും ഷട്ടറുകൾക്ക് സമീപം പോകുന്നതും ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലനിരപ്പിൽ വീണ്ടും വർധനവുണ്ടായാൽ ആവശ്യമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.